പ്രിയപ്പെട്ട നമസ്കാരം, ജാൻസനാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം. ഭവന വായ്പയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും എന്ത് തരം ലോൺ എടുക്കാൻ നമ്മൾ ഒരു ബാങ്കിനെ സമീപിച്ചാലും നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് വെച്ചിട്ട് ആദ്യം അവർ നോക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സിവിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സിവിൽ റിപ്പോർട്ടിനെ ആസ്ഥാനമാക്കിയാണ് അവർ നമുക്ക് ലോൺ നൽകണോ വേണ്ടായോ എന്നും ഇനി ലോൺ നൽകിയാൽ തന്നെ എത്ര ശതമാനം പലിശയ്ക്ക് നൽകണമെന്നും അവർ തീരുമാനിക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ നിലവിലുള്ള സ്കോർ കുറഞ്ഞു പോകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ സിവിൽ സ്കോർ കുറയാതിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് സിവിൽ സ്കോർ ഇച്ചിരി കുറഞ്ഞിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലിശ നിരക്ക് കുറച്ച് കിട്ടാൻ വേണ്ടി 750 മുകളിൽ സിവിൽ സ്കോർ ഉള്ള വ്യക്തികൾക്ക് ബാങ്കുകൾ പലിശ നിരക്ക് കുറവായിരിക്കും തരുന്നത്. അപ്പൊ ഇച്ചിരി 720, 730 ഒക്കെ സിവിൽ സ്കോർ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 10-30 പോയിന്റ് ഒന്ന് കൂട്ടി കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിവിലുമായി ബന്ധപ്പെട്ടുള്ള ഏത് ബാങ്കിൽ ചെന്നാലാണ് നമ്മൾക്ക് സിവിൽ ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ലോൺ നൽകുന്നത്, അതുപോലെ തന്നെ സിവിൽ സെറ്റിൽമെന്റ് ചെയ്താൽ എഡ്യൂക്കേഷൻ ലോണ്, പേഴ്സണൽ ലോണുകൾ, കാർ ലോണുകൾ, ഈ വാഹനങ്ങളുടെ ടോട്ടൽ ലോസ് വന്ന വണ്ടികളുടെ സെറ്റിൽമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽമെന്റ് വന്നാൽ പിന്നീട് നമുക്ക് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ കിട്ടും, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ സിവിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സീരീസിൽ. ഇത് ഒന്നാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ സിവിൽ കുറയാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും സിവിൽ കൂട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സിവിൽ കൂട്ടി കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് നിലവിലുള്ള സിവിൽ സ്കോർ കുറയാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് സിവിൽ സ്കോർ കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കൂടുതൽ എൻക്വയറി നടത്താതിരിക്കുക. നമ്മൾക്കിപ്പോൾ ഒരു ലോണിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ തന്നെ കയറി സിവിൽ ചെക്ക് ചെയ്തിട്ട് ആ സിവിൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ബാങ്കിനെ കൊടുത്തിട്ട് അതനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ അന്വേഷിക്കുക. പകരമായിട്ട് നമ്മളുടെ ഡോക്യുമെന്റ് കൊടുത്ത് എല്ലാ ബാങ്കുകളിലും സിവിൽ ജനറേറ്റ് ചെയ്താൽ സിവിൽ റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തുകയും നമ്മുടെ ലോൺ കിട്ടാനുള്ള സാധ്യത അത് കുറയ്ക്കുകയും ചെയ്യും. അപ്പം ആദ്യത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്, കഴിവതും മറ്റുള്ളവർക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കാതിരിക്കുക. അതായത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, സഹോദരങ്ങൾ ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഗ്യാരണ്ടി നിൽക്കാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ജാമ്യം നിൽക്കാൻ ആവശ്യപ്പെടും. പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ഭാഗത്തു നിന്നും ജാമ്യം നിൽക്കണമെന്ന് പറയുന്ന ആവശ്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗ്യാരണ്ടി നിൽക്കുക, ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ ഗ്യാരണ്ടി നിൽക്കുന്നത് ആ വ്യക്തി ലോൺ അടച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണെന്നും നമ്മുടെ സാലറിയിൽ കട്ട് ചെയ്യുമെന്ന് പറയുന്ന വ്യവസ്ഥ എഴുതി ചേർത്തിട്ടാണ് ഇവര് ഗ്യാരണ്ടി പേപ്പർ നമ്മുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ജാമ്യം നിന്ന വ്യക്തി അദ്ദേഹം അടവ് തെറ്റിച്ചാൽ പോലും നമ്മുടെ സിബിലിനെയൂടെ ഇത് ബാധിക്കും, നമ്മുടെ സിബിലും മോശമാവും. അപ്പൊ കഴിവതും മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാതിരിക്കുക എന്നാണ് നമ്മുടെ സിബിൽ സ്കോർ മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അടുത്തത്, എടുത്ത ലോൺ കറക്റ്റായി തന്നെ അടച്ചു പോവുക, അതും തീയതിക്ക് തന്നെ. പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ്, തീയതിക്ക് തന്നെ അടയ്ക്കേണ്ട കാര്യമുണ്ടോ, ഞാൻ എല്ലാ മാസവും അടയ്ക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് സിബിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും തീയതിക്ക് നിങ്ങൾ അടച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ബാങ്കുകൾ പരിശോധിക്കും. തീയതിക്ക് തന്നെ അടച്ചാൽ മാത്രമേ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. അപ്പൊ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കഴിവതും തലേ ദിവസം രാത്രി തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓട്ടോ ഡെബിറ്റ് അല്ലെങ്കിൽ ECS, നമ്മളെ ലോൺ എടുക്കുമ്പോൾ തന്നെ ECS ഒപ്പിട്ട്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്, അത് ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട് എല്ലാ ബാങ്കും. അങ്ങനെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5-ാം തീയതിയാണ് നിങ്ങളുടെ EMI ഡേറ്റ് എങ്കിൽ 4-ാം തീയതി രാത്രി 12 മണിക്ക് മുമ്പായി തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ 4-ാം തീയതി രാത്രി 12 മണിക്കായിരിക്കും ECS ഹിറ്റ് ആകുക എന്നാണ് പറയുന്നത്. ECS ഹിറ്റ് ആവും, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ബൗൺസ് ആയതായിട്ട് കാണിക്കും. തീർച്ചയായിട്ടും ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് പറഞ്ഞ് ചെക്ക് ബൗൺസ് ആയതായിട്ട് കാണിച്ചാൽ നിങ്ങളുടെ സിബിൽ സ്കോർ തീർച്ചയായിട്ടും കുറയും. അപ്പോൾ ECS, ഓട്ടോ ഡെബിറ്റ് ഒക്കെയാണ് നിങ്ങൾ ബാങ്കിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി 12 മണിക്ക് തന്നെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.
അതുപോലെ ഗോൾഡ് ലോൺ റിന്യൂവൽ കറക്റ്റ് തീയതിക്ക് മുന്നേ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കറക്റ്റ് ഡേറ്റിന് തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് തന്നെ സ്വർണ്ണ പണയം എടുത്ത വ്യക്തികൾ റിന്യൂ ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ സ്വർണം പണയം വെച്ചതിന് ശേഷം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാവരും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കൊണ്ടുപോയി തുക അടച്ച് സ്വർണം എടുക്കുന്ന രീതിയാണ് കാണുന്നത്. മാസാമാസം കൃത്യമായിട്ട് പലിശ അടച്ചു പോകുന്ന അല്ലെങ്കിൽ മുതലും പലിശ അടച്ചു പോകുന്ന ഒരു രീതി കാണുന്നില്ല. നിങ്ങളുടെ സിബിൽ സ്കോർ കറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് നല്ല സ്കോർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് സ്വർണം പണയം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവുന്ന തുക പ്രതിമാസം അടച്ചു പോകുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, റിന്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ റിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ഈ സ്വർണ്ണപ്പണയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, NBFC-കൾ എല്ലാവരും തന്നെ സ്വർണ്ണ പണയം സിബിൽ റിപ്പോർട്ടിംഗ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് പോലുള്ള ഫിനാൻസുകളും സ്വർണ്ണ പണയം ഇവർ സിബിൽ റിപ്പോർട്ട് ചെയ്യും. അവർ സിബിൽ നോക്കിയല്ല ലോൺ നൽകുന്നത്, പക്ഷേ സിബിൽ റിപ്പോർട്ടിംഗ് ഇവർ നടത്തും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആദ്യം തന്നെ അന്വേഷിക്കുക, സ്വർണ്ണ പണയം വെക്കുന്നതിന് മുമ്പ് സിവിൽ റിപ്പോർട്ടിംഗ് ഉള്ള സ്ഥാപനമാണോ ഇല്ലയോ എന്ന് ചോദിക്കുക. ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൃത്യമായിട്ട് ഇടവേളകളിൽ പൈസ അടയ്ക്കുകയും ഡേറ്റിന് മുമ്പായിട്ട് സ്വർണം പുതുക്കി വെക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്കോറിനെ അത് വല്ലാതെ ബാധിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ലോണ്, അൺസെക്യൂർഡ് ലോൺസ് കുറയ്ക്കുക. കഴിവതും നമ്മൾ സെക്യൂർഡ് ലോൺസ് എടുക്കാൻ നോക്കുക. അതായത് വസ്തു ഈട് വെച്ചിട്ടോ സ്വർണം പണയം വെച്ചിട്ടോ ജാമ്യ വസ്തു കൊടുത്തുകൊണ്ടുള്ള ലോണുകളാണ് സെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്നത്. അൺസെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ലോണുകളാണ്. അപ്പം പേഴ്സണൽ ലോണുകളും സെക്യൂർഡ് ലോൺസ്, അത് രണ്ടിന്റെ ഒരു മിക്സ്, ഒരു 3 ലോണുകൾ എടുക്കുന്ന സമയത്ത് 2 സെക്യൂർഡ് ലോൺസും 1 പേഴ്സണൽ ലോണും ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് എടുക്കുന്ന എല്ലാ ലോണുകളും പേഴ്സണൽ ലോൺ ആണെങ്കിൽ പോലും നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, തന്നിരിക്കുന്ന ക്രെഡിറ്റ് കാർഡിന്റെ 70% കൂടുതൽ യൂസ് ചെയ്യാതിരിക്കാൻ, നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ ആ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന ഉടനെ 1 ലക്ഷം രൂപയാണ് ലിമിറ്റ് തന്നിരിക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപയും വിഡ്രോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പരമാവധി 70,000 രൂപയ്ക്കുള്ളൂ 1 ലക്ഷം ലിമിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റിൽ 70,000 രൂപയ്ക്കുള്ളൂ നമ്മൾ വിഡ്രോ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യം 1 മുതൽ 6 7 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനകത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യണം. കറക്റ്റ് ഡേറ്റിന് തിരിച്ചടയ്ക്കുക, ഒത്തിരി എൻക്വയറി നടത്താതിരിക്കുക, അതുപോലെ തന്നെ ഗോൾഡ് ലോൺ കറക്റ്റ് ഡേറ്റിന് റിന്യൂ ചെയ്യുക, പേഴ്സണൽ ലോൺ, അൺസെക്യൂർഡ് ലോൺസ് ഒക്കെ ഒരു മിക്സ് അതിന്റെ ഒരേ അനുപാതത്തിൽ തന്നെ എടുക്കാൻ നോക്കുക. അതുപോലെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിന്റെ ഓവർ സ്പെൻഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾക്ക് കുറയുന്നത് തടയാൻ പറ്റുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ മുന്നേറുകയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് മിനിമം എമൗണ്ട് എങ്കിലും തീയതിക്ക് തന്നെ അടച്ച് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ തന്നെ അനുഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രെഡിറ്റ് കാർഡ് എടുക്കുകയും ആ ക്രെഡിറ്റ് കാർഡ് കൃത്യമായി അടച്ചു പോവുകയും, അതായത് പറയുന്ന തുക അടച്ചു പോവുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ചില ഫിനാൻഷ്യൽ ട്രബിൾ കാരണം എനിക്ക് ഫുൾ പേയ്മെന്റ് അടച്ചു പോകാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് മിനിമം പേയ്മെന്റ് മാത്രമാണ് ഞാൻ അടച്ചു പോയത്. അങ്ങനെ മിനിമം പേയ്മെന്റ് അടച്ചപ്പോൾ പോലും എന്റെ സിബിലിനെ അത് ബാധിച്ചിട്ടില്ല. ഞാൻ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. മിനിമം പേയ്മെന്റ് അടച്ചാൽ നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു കാരണവശാലും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, മിനിമം പേയ്മെന്റ് അടച്ചാൽ എങ്കിലും നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് അടയ്ക്കാൻ സാധിച്ചില്ല എങ്കിലും മിനിമം പേയ്മെന്റ് അടച്ചു പോയാലും നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ലോണുകളും കഴിവതും സെറ്റിൽമെന്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. റിട്ടേൺ ഓഫ്, സെറ്റിൽമെന്റ്, അതുപോലെ തന്നെ സ്യൂട്ട് ഫയൽഡ്, ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ പിന്നീട് നിങ്ങൾക്ക് ലോൺ നൽകാതാകുകയും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മളുടെ സിബിലിനകത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോറിനെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഏത് ലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്കുമായിട്ട് നേരിട്ട് സംസാരിച്ച് അത് ഒന്നുകിൽ EMI കുറച്ചെടുക്കുകയോ അല്ലെങ്കിൽ കാലാവധി കൂട്ടിയോ എടുക്കാനെ കൊണ്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം തീർച്ചയായിട്ടും നേരിട്ട് ബാങ്കുമായിട്ട് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റ് എത്തുന്നതാണ് നല്ലത്. സെറ്റിൽമെന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ടേംസ് ആൻഡ് കണ്ടീഷനിലുള്ള സെറ്റിൽമെന്റ്, അല്ലാതെ ഒരിക്കലും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെട്ട് നിങ്ങൾ തുക സെറ്റിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സിബിലിനെ ബാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ലോണ്, പേഴ്സണൽ ലോണ്, ക്രെഡിറ്റ് കാർഡുകൾ ഏറ്റവും കൂടുതൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്ക് വിധേയമായിട്ടുള്ള 3 ലോണുകളാണിത്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സിവിലിനെ അത് വല്ലാതെ ബാധിക്കുകയും ബാധിച്ചത് ഒരു കാരണവശാലും പിന്നീട് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യും. നിങ്ങളുടെ സിവിൽ സ്കോർ എത്ര ഉണ്ടെങ്കിൽ പോലും പല ബാങ്കുകളിലും ലോൺ നൽകാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റിൽമെന്റിന് പോകാതിരിക്കുക. പകരമായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന തുക എത്രയാണെന്ന് ബാങ്കിനെ അറിയിച്ചാൽ അവർ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു തരും. അതുപോലെ തന്നെ കഴിവതും ബാങ്കിനെതിരായിട്ട് നിയമ നടപടിക്ക് പോകാതിരിക്കുക. പലപ്പോഴും ബാങ്കുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ സ്യൂട്ട് ഫയൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബാങ്കിലെ സിവിൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റ് ബാങ്കുകളിൽ ചെല്ലുമ്പോൾ ഇവൻ പ്രശ്നക്കാരനായ കസ്റ്റമർ ആണെന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും നമ്മളെ പിന്നീട് ആ ബാങ്ക് സമീപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് അവർ ലോൺ നൽകാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറഞ്ഞു തരാനുള്ള കാര്യം, റിക്കവറി ഏജന്റിന്റെ കയ്യിൽ കാശ് കൊടുക്കാതിരിക്കുക. ഇനി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ കൊടുത്ത ദിവസത്തെ തീയതിക്ക് തന്നെ റെസിപ്റ്റ് ഇടാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ നാട്ടിലെ പല NBFCകള്, പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന് EMI കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അവരുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ വീട്ടിൽ വന്ന് EMI കളക്ട് ചെയ്തുകൊണ്ട് പോകും. നമ്മളുടെ EMI ഡേറ്റ് 5-ാം തീയതി ആണെങ്കിൽ ചിലപ്പോൾ അവര് 4-ാം തീയതി രാത്രിയിലോ അല്ലെങ്കിൽ 5-ാം തീയതി രാവിലെയോ ആയിരിക്കും വരുന്നത്. 5-ാം തീയതി രാവിലെ തന്നെ വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 5-ാം തീയതി രാവിലെ വരുന്ന കസ്റ്റമറിന് നമ്മൾ കറക്റ്റ് ഡേറ്റിന് തന്നെ പൈസ കൊടുത്തു. പക്ഷെ അവര് ഈ കളക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലുന്ന സമയത്ത് രാത്രിയാവുകയും ഏതെങ്കിലും കാരണവശാൽ ഓഫീസിൽ കയറാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ 6-ാം തീയതിത്തെ ഡേറ്റിലായിരിക്കും അവിടെ പൈസ അടയ്ക്കുന്നത്. 6-ാം തീയതിയത്തെ ഡേറ്റിലാണ് അവിടെ പൈസ അടച്ചെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തെ പലിശ കൂടെ കൊടുക്കാൻ തയ്യാറാകേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ റിക്കവറി ഏജൻസിന്റെ കയ്യിൽ പൈസ കൊടുക്കുന്ന സമയത്ത് ഡേറ്റിന് മുമ്പായി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഡേറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ അന്ന് തന്നെ നിങ്ങളുടെ റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ റെസിപ്റ്റ് അയച്ചു തരാൻ നിങ്ങൾ പറയുകയും ചെയ്യണം. ഒത്തിരി ആളുകൾക്ക് പറ്റിയ പ്രശ്നങ്ങൾ ഒന്നാണ് റിക്കവറി ഏജൻസ് കറക്റ്റ് ഡേറ്റിന് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കാരണം നിങ്ങളുടെ സിബിലിനെ ബാധിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക. അതുപോലെ തന്നെ കുടുംബശ്രീ ഗ്രൂപ്പ് ലോണുകൾ എടുക്കുന്നവർ അറിയാൻ വേണ്ടി 8 പേര് ചേർന്ന് എടുക്കുന്ന ലോണുകൾ ആരടവ് തെറ്റിച്ചാലും എല്ലാവരുടെയും സിബിലിനെ അത് പ്രശ്നമായിട്ട് ബാധിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പോയി എടുക്കുന്ന ലോണുകൾ ഒന്നാണ് കുടുംബശ്രീ ലോണുകൾ, പ്രത്യേകിച്ച് ഗ്രൂപ്പ് ലോണുകൾ. ഗ്രൂപ്പ് ലോണുകൾ എന്ന് പറയുന്നത് ബാങ്കുകള് ഇഷ്ടം പോലെ ബാങ്കുകൾ ഗ്രൂപ്പ് ലോണുകൾ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ബാങ്കിൽ നിന്ന് എടുത്ത് അടുത്ത ബാങ്കിൽ പോയി, അവിടെ നിന്ന് എടുത്ത് അത് പിന്നെ അടയ്ക്കാൻ പറ്റാതെ അടുത്ത ബാങ്കിൽ പോയി 8-9 ഗ്രൂപ്പ് ലോണുകളിൽ പോയി പെട്ട ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ ഒരു ഗ്രൂപ്പ് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 പേര് ചേർന്നെടുത്ത് അല്ലെ 9 പേര് ചേർന്നാണ് ഒരു ലോൺ എടുക്കുന്നതെങ്കിൽ 9 പേരും കറക്റ്റ് ഡേറ്റിന് തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും കാരണവശാൽ ഒരാൾ അടവ് തെറ്റിച്ചാൽ പോലും അത് 9 പേരുടെ സിബിലിനെ അത് ബാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വാഹനങ്ങൾ ടോട്ടൽ ലോസ് പോയാലും ഇൻഷുറൻസ് കിട്ടിയതിനു ശേഷവും പലപ്പോഴും ബാക്കി തുക അടയ്ക്കാൻ കാണും. അങ്ങനെ വരുമ്പോൾ ബാങ്ക് സെറ്റ് ഓഫ് ചെയ്യും. അത് സിബിലിനെ ബാധിക്കും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമാണ്. അതായത് നമ്മളിപ്പോ വാഹന അപകടം സംഭവിക്കുകയും നമ്മുടെ വാഹനം പൂർണ്ണമായി അതായത് മോശമായി പോവുകയും ചെയ്തു. അങ്ങനെ മോശമായി പോയി കഴിഞ്ഞതിന് ശേഷം കമ്പനി അത് ടോട്ടൽ ലോസിൽ ഉൾപ്പെടുത്തി. പിന്നീട് സ്വാഭാവികമായിട്ടും ടോട്ടൽ ലോസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ലോൺ അടയ്ക്കത്തില്ല. ഇൻഷുറൻസ് കമ്പനി നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ തുക മുഴുവനായിട്ട് ബാങ്കിന് കൊടുത്ത് സെറ്റിൽ ചെയ്യും. പലപ്പോഴും ഇൻഷുറൻസ് കമ്പനി 90 അല്ലെ 95, 85% ഒക്കെ ആയിരിക്കും ഇൻഷുറൻസ് കൊടുക്കുന്നത്. ബാക്കി 15% തുക പലപ്പോഴും ബാങ്ക് എഴുതിത്തള്ളുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. നമ്മളോട് പറയും നിങ്ങൾ ഇനി പൈസ അടയ്ക്കേണ്ട, ആ കാര്യങ്ങൾ അവർ ചെയ്തോളാം എന്ന് പറയും. ടോട്ടൽ ലോസ് പോയ വണ്ടിയല്ലേ. പക്ഷെ പിന്നീട് പലപ്പോഴും നമ്മൾ സിബിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടായ നഷ്ടം എത്രയാണ്, അതായത് ഇൻഷുറൻസ് കമ്പനി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു 10-15% തുക ബാങ്ക് എഴുതിത്തള്ളുന്നത്. അത് വൺ ടൈം സെറ്റിൽമെന്റോ റിട്ടേൺ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കുകയും പിന്നീട് നമുക്ക് ലോൺ കിട്ടാതാവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ടോട്ടൽ ലോസ് വാഹന അപകടവുമായി ബന്ധപ്പെട്ട് ടോട്ടൽ ലോസ് സിറ്റുവേഷൻ ആർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയിട്ടും നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്, 1 രൂപ പോലും അല്ലെ ഫുൾ സെറ്റിൽമെന്റും ക്ലിയർ ചെയ്തെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാതിരിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ കൈമാറുമ്പോൾ ഒരു കാരണവശാലും ലോൺ നിർത്തി കൈമാറാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പലർക്കും പറ്റിയ ഒരു അബദ്ധമാണ്, വാഹനങ്ങൾ വേറൊരാൾക്ക് വിൽക്കും, പക്ഷേ ലോൺ ഉള്ളത് ലോണോട് നിർത്തിയായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അവരടയ്ക്കാതിരുന്നാലും പിന്നീട് സിബിൽ ബാധിക്കുന്നത് നമ്മളെ ആയിരിക്കും. പിന്നീട് നമ്മൾക്കൊരാവശ്യത്തിന് ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് ലോൺ കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ നാട്ടിലെ പ്രമുഖമായ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, അവർക്ക് മിനിമം ബാലൻസ്
കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇൻ കേസ് മിനിമം ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ മൈനസ് ആയിട്ട് പോകുന്നത്, ചിലപ്പോൾ ഒരു 100 രൂപ നമുക്ക് ഒരു ഉദാഹരണത്തിന് എടുക്കാം, 100 രൂപ മൈനസ് ബാലൻസ് പോയാൽ അവർ നമ്മളുടെ അക്കൗണ്ടിലോട്ട് ഒരു ഓഡി സാങ്ഷൻ ചെയ്ത് അങ്ങ് തരും. 100 രൂപ നമുക്ക് ഓഡി സാങ്ഷൻ ചെയ്ത് തരും. ഇത് നമ്മൾ അറിയുന്ന പോലുമില്ല, നമ്മളുടെ അക്കൗണ്ടിൽ മൈനസ് ബാലൻസ് മാറി 0 എന്നുള്ളത് ഇതാവും. കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു സിബിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരു 100 രൂപ ലോൺ എടുത്തായിട്ട് കാണുന്നത്. നമ്മൾക്ക് ഒരു പിടിയും ഉണ്ടാവത്തില്ല എവിടെ നിന്നാണ് നമുക്ക് ഈ 100 രൂപ ലോൺ എടുത്തത്. ഇത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു തരുന്ന കാര്യമാണിത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന്, ബാങ്ക് അക്കൗണ്ടുകൾ മൈനസ് ബാലൻസിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഇൻ കേസ് മൈനസ് ബാലൻസ് കിടക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് സിബിൽ ചെക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയി എല്ലാ മാസവും, കഴിവതും എല്ലാ മാസവും നിങ്ങൾ സിബിൽ ചെക്ക് ചെയ്യണം. ഇപ്പം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് സിബിൽ ചെക്ക് ചെയ്യാൻ ഫ്രീ ആയിട്ട്. അങ്ങനെ കയറി ചെക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കത്തുമില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾക്ക് സിബിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ freesibil.com കയറിയാലും നിങ്ങൾക്ക് സിബിൽ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് സിബിൽ സ്കോർ കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു EMI എങ്കിലും നിങ്ങൾ അഡ്വാൻസ് അടച്ചിടാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം മാസവേതനത്തിന് ജോലി ചെയ്യുന്നവരും സാലറീഡ് കസ്റ്റമേഴ്സും ആയിരിക്കും. കിട്ടുന്ന തുക മാസാമാസങ്ങൾ കൃത്യമായിട്ട് അടച്ചു പോകാമെന്നുള്ള ചിന്തയിലായിരിക്കും പലപ്പോഴും നമ്മൾ ലോൺ എടുക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സംഭവിക്കാന്ന് വെച്ചാൽ നമ്മളുടെ EMI മുടങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു EMI മുടങ്ങിയാൽ തന്നെ ഏകദേശം 30-ലധികം പോയിന്റ് ആണ് സിബിൽ സ്കോറിന് നമ്മൾ ബാധിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ മാസവും നിശ്ചിത തുക കൂട്ടി അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അതല്ല ഒന്നും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഒരു EMI എങ്കിലും അഡീഷണൽ അടച്ചിടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു EMI എങ്കിലും അഡീഷണൽ അടച്ചിട്ടാൽ അത് നിങ്ങളുടെ സിബിൽ സ്കോർ കൂട്ടുമെന്നുള്ളതിനോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ ഒരു EMI പെൻഡിങ് വരും, അല്ലെങ്കിൽ കറക്റ്റ് ഡേറ്റിന് അടയ്ക്കാതെ വന്നാൽ പോലും നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കത്തുമില്ല. അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു EMI എങ്കിലും അഡ്വാൻസ് അടച്ചിടാൻ ശ്രദ്ധിക്കുക. ഇനി കുടിശ്ശിക ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും കുടിശ്ശിക തീർത്തതിന് ശേഷം ഒരു EMI മുൻകൂറായിട്ട് അടച്ചിടുക. നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഗോൾഡ് ലോൺ ഗവൺമെന്റ് ബാങ്കുകളിലോ അല്ലെങ്കിൽ ഏത് ബാങ്കുകളിലോ, പ്രത്യേകിച്ച് ഗോൾഡ് പണയം വെക്കുന്നത് സിബിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ വെച്ചതിന് ശേഷം കൃത്യം 3 മാസം കൊണ്ട് തിരിച്ചെടുക്കുക. 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ തുക അടച്ചടച്ച് പോവുക. അതായത് 1 ലക്ഷം രൂപ നിങ്ങൾ സ്വർണം കൊണ്ട് പണയം വെച്ചിൽ എടുത്തു. ആദ്യത്തെ മാസം ഒരു 50,000 രൂപ കൊണ്ട് തിരിച്ചടയ്ക്കുക. രണ്ടാമത്തെ മാസം ഒരു 25,000 രൂപ അടയ്ക്കുക. മൂന്നാമത്തെ മാസം 25,000 അടച്ച് ക്ലോസ് ചെയ്ത് കൃത്യമായിട്ട് തിരിച്ചെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സിബിൽ സ്കോറിനെ നല്ല രീതിയിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയാം, ഒരു കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് വരും. ആ കസ്റ്റമർ 615 മാത്രമേ സിബിൽ സ്കോർ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവരെടുത്ത ആകെ ഒരു ലോണേ അവരെടുത്തിട്ടുള്ളൂ, എഡ്യൂക്കേഷൻ ലോണാണ്. അവർക്ക് മിനിമം 635 മുകളിൽ സ്കോർ ഉണ്ടെങ്കിലേ പല ബാങ്കുകളും ലോൺ കൊടുക്കത്തുള്ളൂ എന്ന് അന്നത്തെ അവസ്ഥയിൽ പറഞ്ഞു. ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഏകദേശം 3 മാസത്തോളം അവര് സ്വർണം കൊണ്ട് പണയം വെച്ച് തിരിച്ചെടുക്കുകയും നിലവിലുള്ള എഡ്യൂക്കേഷൻ ലോണിന്റെ കുടിശ്ശിക കൃത്യമായിട്ട് തീർക്കുകയും എന്നിട്ട് EMI വ്യവസ്ഥയിൽ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തുടങ്ങുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അവരുടെ സിബിൽ സ്കോർ ഇൻക്രീസ് ആയി. അവർക്ക് ആ ബാങ്ക് ലോൺ കൊടുത്തു. ഏകദേശം 40 ലക്ഷം രൂപ ഞങ്ങൾ ആ കസ്റ്റമറിന് ലോൺ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇൻ കേസ് നിങ്ങളുടെ സിബിൽ സ്കോർ കുറവാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഇടപാടുകളിൽ സ്വർണം കൊണ്ട് പണയം വെച്ച് നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു 725, 730 സിബിൽ സ്കോർ ഒക്കെ ഉള്ള കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 750 മുകളിൽ സിബിൽ സ്കോർ പോയാൽ നിങ്ങളുടെ പലിശ നിരക്കിൽ 0.15 to 25% വരെ വ്യത്യാസത്തിന് പലിശ കുറഞ്ഞ് നിങ്ങൾക്ക് ബാങ്ക് ലോൺ നൽകുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ സിബിൽ സ്കോറെ നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ ബാങ്കിന്റെ ഏറ്റവും നല്ല പലിശ നിരക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാനും സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട്, എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ എന്ത് തരം ലോണുകളാണെങ്കിൽ തന്നെ കുടിശ്ശിക അടച്ച് ക്ലോസ് ചെയ്യുക, പിന്നീട് കറക്റ്റ് ആയിട്ട് അടച്ചു പോവുക. അതായത് നമ്മൾ ഒരു ലോൺ എടുത്തു, കുറെ കാലം അടവ് തെറ്റി കിടക്കുന്നു, ബാങ്കുകൾ അത് DPD കൃത്യമായിട്ട് തന്നെ സിബിൽ രേഖപ്പെടുത്തുകയും നമ്മുടെ സിബിൽ സ്കോർ വല്ലാതെ താഴുകയും ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും സെറ്റിൽമെന്റ് ചെയ്യാതിരിക്കുക. പകരമായിട്ട് എത്ര രൂപയാണോ കുടിശ്ശിക വന്നിട്ടുള്ളത് ആ കുടിശ്ശിക കൃത്യമായിട്ട് നിങ്ങൾ അടച്ച്
അതിനുശേഷം ബാങ്കിനോട് ഒരു EMI വ്യവസ്ഥ ചെയ്തു തരാൻ പറയുക. കൃത്യമായിട്ട് അടച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഓട്ടോമാറ്റിക്കലി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തത് കാർ ലോണുകൾ അല്ലെങ്കിൽ എന്ത് ലോണുകൾ തന്നെയാണെങ്കിലും പല NBFCകളും നൽകാൻ തയ്യാറാകും. അപ്പൊ സിബിൽ സ്കോർ നിലവിൽ ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർ ലോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല NBFCകളും നമ്മൾക്ക് കാർ ലോൺ തരാൻ തയ്യാറാകും. പലിശ നിരക്ക് കൂടുതലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എടുക്കുന്ന കാർ ലോണോ അല്ലെങ്കിൽ എന്ത് തരം ലോണുകളാണെങ്കിലും പല NBFCകളും പേഴ്സണൽ ലോണുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ പിന്നെ കൺസ്യൂമർ ലോണുകളൊക്കെ നമുക്ക് തരാൻ തയ്യാറാവും സിബിൽ സ്കോർ കുറവാണെങ്കിൽ പോലും. പിന്നീട് എടുക്കുന്ന ലോൺ കൃത്യമായിട്ട് നിങ്ങൾ അടച്ച് ട്രാക്ക് ക്ലിയർ ചെയ്യണം. അതായത് കൃത്യ അടവായിരിക്കണം. ഒരു മാസം പോലും പിന്നീട് അടവ് തെറ്റാൻ പാടില്ല. അങ്ങനെ നിങ്ങളുടെ സിബിൽ സ്കോറിന്റെ ട്രാക്ക് ക്ലിയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ കൂടുകയും പിന്നീട് നിങ്ങൾക്ക് ഏത് ബാങ്കിനെ സമീപിച്ചാലും ലോൺ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന്, ഒരു EMI അഡ്വാൻസ് അടച്ചിടുക. രണ്ടാമത്തെ കാര്യം, ഗോൾഡ് ലോൺ കൃത്യമായിട്ട് പണയം വെച്ച് ഇടവേളയിൽ എടുത്ത് സിബിൽ സ്കോർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ ലോണോ അല്ലെങ്കിൽ എന്ത് തരം ലോണുകളാണെങ്കിലും സെറ്റിൽമെന്റ് ചെയ്യാതിരിക്കുക. പകരമായിട്ട് കുടിശ്ശിക തീർത്ത് കൃത്യമായിട്ട് EMI വ്യവസ്ഥയിൽ തന്നെ അടച്ചു പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ സിബിൽ സ്കോർ പോയ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് ഒരു ലോൺ കിട്ടാനെ കൊണ്ടുള്ള ചാൻസ് ഏതാണെന്ന് നോക്കുക. കിട്ടുന്ന ലോൺ എടുത്ത് ട്രാക്ക് ക്ലിയർ ചെയ്യുക. അതായത് ആ ഒരു ലോൺ എടുത്തതിന് ശേഷം കൃത്യമായിട്ട് അടവ് പോകുമെന്ന് ഉറപ്പ് വരുത്തുക. പിന്നീട് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ ചെന്നാലും ലോൺ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളുടെ സിബിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ കൃത്യമായിട്ട് നമ്മുടെ സിബിൽ റിപ്പോർട്ട് സിബിലിന്റെ സൈറ്റിൽ www.transunionCivil.com എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതും കൃത്യമായിട്ട് ആ കംപ്ലൈന്റ് അവർ മോണിറ്റർ ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതുമാണ്. ഇനി അതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിച്ചിട്ട് നിങ്ങളുടെ പരാതികൾ ആദ്യം ഓംബുഡ്സ്മാനെ നമുക്ക് ഡയറക്റ്റ് സമീപിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ പരാതികൾ നമ്മൾ ബാങ്കിനെ അറിയിക്കുക. ബാങ്ക് കൃത്യമായിട്ട് നമുക്ക് അതിന് റിപ്ലൈ 30 ദിവസത്തിൽ തന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ഓംബുഡ്സ്മാനെ കണ്ട് നമുക്ക് ആ പരാതി പറഞ്ഞ് ഓംബുഡ്സ്മാൻ തീർച്ചയായിട്ടും ആ പരാതി പരിഹരിച്ച് സിബിലുമായിട്ട് റിപ്പോർട്ട് ചെയ്ത് അവർ ആ സിബിൽ സ്കോർ ക്ലിയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സിബിലുമായി ബന്ധപ്പെട്ട് എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹരിക്കാൻ മാർഗങ്ങളുണ്ട്. സിബിൽ സ്കോർ ഇൻക്രീസ് ചെയ്യാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സിബിൽ സ്കോർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം നമ്മൾക്ക് സെറ്റിൽമെന്റ് ചെയ്ത കേസുകൾക്ക് ഏതൊക്കെ ബാങ്കുകളാണ് ലോൺ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സെക്ഷനിൽ, മൂന്നാമത്തെ സെക്ഷനിൽ ഏതൊക്കെ ബാങ്കുകളാണ് സിബിൽ സ്കോർ ചെക്ക് ചെയ്താലും കൺസിഡർ ചെയ്യാതെ തന്നെ നമുക്ക് ലോൺ നൽകുന്നതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ബാങ്കുകളാണ് സ്ഥാപനങ്ങളാണ് സിബിൽ ചെക്ക് ചെയ്യാത്ത സ്ഥാപനങ്ങളെന്നും നമുക്ക് ഹൗസിംഗ് ലോൺ എടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറഞ്ഞു തന്നതാണ്. ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ നമുക്ക് ഒരു വീഡിയോ ചെയ്ത് ക്ലിയർ ചെയ്തിടാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്സും ഒറ്റ വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് 4ഉം 5ഉം വീഡിയോ ആയിട്ടൊക്കെ വേണമെങ്കിൽ എനിക്കിത് ചെയ്യാം. അത് ചെയ്യാതെ എല്ലാ വീഡിയോയും എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് ഒരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ അവന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണം. അങ്ങനെയാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുമ്പോഴേക്കും നമസ്കാരം. നന്ദി. താങ്ക് യു.